രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന BJPയുടെ ഖജനാവായി മാറിയിരിക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന ലോക തടാഢ്യൻ അവസാന നിമിഷം UDFനോട് ഇവിടെ കാണിച്ച ഒരു ക്രൂരത കൊണ്ടാണ് ഞാൻ അവസാനം പരാജയപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത്. നിങ്ങളിൽ ചിലർക്കൊക്കെ യൂസഫ് അലിയുടെ നാട്ടിൽ നിന്ന് മരുന്നവരും കാണും. പക്ഷേ യൂസഫ് അലി ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബിനാമിയായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നമ്മുടെ നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ അവരാരും ഒന്നും മിണ്ടില്ല. ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലും തിരുവനന്തപുരം നേമത്തും പരവൂരിലും ചാത്തന്നൂരിലും ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും എന്ന പഴയ തന്ത്രം അദ്ദേഹം ഒന്നുകൂടി പ്രയോഗിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചതാണ് BJPയും CPMഉം തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളത്. അത് പാലക്കാട്, തൃശൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളായിരുന്നു. അതിൽ സുരേഷ് ഗോപി മാത്രം രക്ഷപ്പെട്ടുപോയി. ബാക്കി തോറ്റ രാജീവ് ചന്ദ്രശേഖരനെയും ഇവിടെ മത്സരിച്ച മുരളിയെയും സ്പോൺസർ ചെയ്ത് ജയിപ്പിച്ചു കൊടുക്കാനുള്ള അന്തർധാര ഉണ്ടാക്കിയത് യൂസഫ് അലിയായിരുന്നു. ഈ കഴക്കൂട്ടത്ത് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ 30,000 വോട്ടിന് ജയിക്കുന്ന എൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ UDF തീരുമാനപ്രകാരം അത് CMPക്ക് കൊടുത്തു. തലസ്ഥാന മണ്ഡലമാണ്. എന്നെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SS ലാൽ 30,000 വോട്ടിന് തോറ്റ സ്ഥലത്താണ് എന്നെ കൊണ്ട് മത്സരിക്കാൻ കിട്ടുക. ഞാനിപ്പോൾ 9,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. പക്ഷേ ഞാൻ ജയിക്കുമായിരുന്നു. ഈ മണ്ഡലത്തിൽ ഏകദേശം ഒരു 18-19%, 18% ക്രൈസ്തവ വോട്ടുകളാണ്. 22-23% ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളുണ്ടായിരുന്നു. ജമാഅത്തുകളെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവർ, എൻ്റെ കൂടെ പഠിച്ചവരാണ് ആളുകൾ, എൻ്റെ ഭാരവാഹികൾ എല്ലാം സന്തോഷത്തോടെ പോയതാണ്. പക്ഷേ ഞാനിതൊരു കുടുംബയോഗമാണ്. ഇലക്ഷൻ 7 ദിവസമുള്ളപ്പോൾ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം മഹൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി. എന്ന് വെച്ചാൽ ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി വിളിച്ചുകൂട്ടി. നിങ്ങൾക്ക് എനിക്കും ശരത്തിനോട് സ്നേഹമുള്ളതാണ്, പക്ഷേ ശരത്തിന്റെ പ്രസ്ഥാനം വോട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് മുരളീധരൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കടകംപള്ളിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. കറക്റ്റ് കണക്കാണ്. ഞാനപ്പോൾ പ്രസംഗിച്ചു. ഞാൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു, CPM BJP ഡീൽ 10 സീറ്റിൽ 3 സീറ്റ് കഴക്കൂട്ട സീറ്റാണ്, മൂന്നാമത്തത്. അതിവിടെ ന്യൂനപക്ഷ വോട്ടുകൾ മുരളിയെ കടകംപള്ളിയെ കൊണ്ട് പിടിപ്പിച്ചിട്ട് BJP ജയിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. മഹൽ കമ്മിറ്റിയെ വിളിച്ചിട്ട് കടകംപള്ളിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. കടകംപള്ളി 3-ാം സ്ഥാനത്ത് 26,000 വോട്ട് താഴെ എത്തി അവരുടെ കണക്കിൽ നിന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ മറിച്ച് കടകംപള്ളിക്ക് കൊടുത്തപ്പോൾ സ്വാഭാവികമായി എനിക്ക് കിട്ടേണ്ട എൻ്റെ മാർജിൻ താഴോട്ട് പോയി. ഞാനൊരു 6-7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട സ്ഥലമായിരുന്നു. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ മാറി. മാത്രമല്ല BJPയുടെ 6,500 വോട്ടുകൾ BJPക്ക്, LDFിന് 6,500 വോട്ടുകൾ BJPക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ മുരളീധരൻ എന്ന BJP സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു. അല്ല, കഴക്കൂട്ടത്ത് ഒരിക്കലും BJP ജയിക്കുന്ന ഒരു അന്തരീക്ഷവുമില്ല. ഇവിടെ AK ആന്റണി, തലേക്കുന്ന് ബഷീർ, MM ഹസൻ, MA വാഗീദ് ഒക്കെ MLA ആയിരുന്ന കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്നു. അവിടെ നമ്മളെ ചതിച്ചത് പറവൂരും ചാത്തന്നൂരിലും അതേ, നേമത്തും അതേ, കഴക്കൂട്ടത്താണ് സ്പഷ്ടമായിട്ട്. അത് ഞാൻ ഡൽഹിയിൽ പോയി നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള നേതാക്കന്മാരടുത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വേദി അത് പറയാൻ വേദി അല്ലെങ്കിൽ പോലും ഞാൻ സൂചിപ്പിച്ചത് ഇത് കേൾക്കേണ്ട ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഓണത്തിൻ്റെ ഇടയിൽ കൂട്ടി ഒരു പുട്ടുകച്ചവടം നടത്തി പറഞ്ഞെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്.